ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ പെരിങ്ങോത്തേക്ക് ചെറിയൊരു ചാരിറ്റിയുടെ പ്രവർത്തനമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അതാ പയ്യൻ പെരിങ്ങോത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ പെരിങ്ങോത്ത് CH സെൻറ്ററിലേക്കുള്ള ഇവർക്കുള്ള ഫുഡ് ഇന്നും നമ്മുടെ ചെറിയൊരു കൂട്ടായ്മയുടെ വകയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എത്തുമ്പോഴത്തേക്കും 10 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് 3 മണിയാകുമ്പോഴത്തേക്ക് തന്നെ പെരിയാരം എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 3:30 മണിയാകുമ്പോഴത്തേക്ക് പിറക്കെത്തി. നിയാസ മക്കളൊക്കെ അന്ന് പിറക്കുണ്ടായിന്. അപ്പം അന്ന് ലീവും കൂടിയാണ്, ഡ്യൂട്ടിക്ക് പോകണ്ട. അങ്ങനെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ട് ചെറുപുഴ ജാമിയത്തിലേക്ക് വന്നതാണ് കേട്ടോ. മക്കൾക്കും നിയാസാനും ഡ്രസ്സ് ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നൊക്കെ നോക്കിയപ്പോൾ ഒന്നും അങ്ങോട്ടൊരു എന്താ പറയുക ഒരു തൃപ്തിയായിട്ട് ഫുള്ളും ഭയങ്കര ലെങ്ത്ത് കൂടിയതും വണ്ണം ഭയങ്കര കൂടിയതൊക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാണ്ട് ഞാൻ ഇറങ്ങിയിട്ടാ നേരെ തൊട്ടടുത്തുള്ള സൂര്യാവസ്ത്രത്തിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നീട് എനിക്കില്ല ടോപ്പ് കിട്ടിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അത്രയും ടയേർഡായിട്ടുണ്ട്. കാരണം രാവിലെ പിറക്കുന്ന ഇറങ്ങിയതാണ്. പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് ഓടി എവിടെയും സത്യം 1 മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല. ഇത് പിന്നീട് ഒരു ദിവസം എടുത്തൊരു വീഡിയോസാണ് കേട്ടോ. മക്കൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനെപ്പോഴും പറയാറുള്ള പാഴ്ചാലിലെ ഗ്ലോബൽ മാർട്ട് ഈ അച്ചാര ബ്രദറിൻ്റെ ഷോപ്പാണ്. അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മക്കൾക്കുള്ള ചെരുപ്പൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി നേരെ പുരക്കേക്ക് പോകാട്ടോ ചെയ്തത്. ഇതാണ് നമ്മൾ ചെയ്ത ആ ഒരു പിന്നെ രാവിലെ മുതൽ ഒരു 3 മണിയാകുന്നേരം ചെയ്തൊരു പ്രവർത്തനത്തിൻ്റെ വീഡിയോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു, അതിലേറെ അഭിമാനം. കാരണം നമുക്കൊക്കെ ഇതിലൊരു പങ്കാളിയാകാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ഫുഡ് അവിടെ കിടക്കുന്ന രോഗികൾക്കും അതുപോലെ കൂടെയുള്ളവർക്കൊക്കെയാണ് എത്തുന്നത്. ഇനിയും ഇതുപോലെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കൊക്കെ സാധിക്കട്ടെ. വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിൽ അത്രയും ഒരു സങ്കടമാണോ സന്തോഷമാണോ ഒരു ഇമോഷൻ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.